ബ്ലാവനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിതൊരു പുതുമയായിട്ട് തോന്നും. ജീപ്പും ബൈക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന ജങ്കാർ. കെട്ടുപോലെ കെട്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു കുറ്റി മാത്രമേ ഉള്ളൂ. ഒരു ഇത് ഇവിടെ രണ്ട് സൈഡിലും വെച്ചിട്ടുള്ള ഭയങ്കര കാമായി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. ഒത്തിരി ഇരുട്ടി കഴിയുമ്പോഴത്തേക്ക് ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണ്. എല്ലാവർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിലെ പ്രകൃതി സൗന്ദര്യം ഏറി തുളുമ്പി നിൽക്കുന്ന നമ്മുടെ പുയംകുട്ടിയുടെ തൊട്ട് ഇപ്പുറത്തെ സ്റ്റോപ്പായ ബ്ലാവനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതൊരു ചങ്ങാട കടവാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വണ്ടികൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അവിടുന്ന് ഒരു ജീപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട്. തൊട്ട് മുന്നേ ഒരു ജീപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്ന് വന്നിട്ട് അവർ നേരെ കയറ്റിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഈ പുഴ അങ്ങ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്ത് ഏകദേശം 5 കിലോമീറ്ററോളം വരും അല്ലേ. 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്വന്തം നാട്ടുകാർ തന്നെ, നമ്മുടെ സ്വന്തം നാട്ടുകാർ തന്നെ ആയിരിക്കും അവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ആദിവാസി കോളനി വരുന്നത്. അപ്പം ഭയങ്കര എന്താ പറയുക, ഇവിടെ നിന്നിട്ട് തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നല്ല ശാന്ത സുന്ദരമായ ഒരു ഏരിയ ആണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം. അത് ആ ജീപ്പ് ഇപ്പം തോണിയിൽ കയറ്റിയിട്ട് ചെങ്ങാടത്തിൽ കയറ്റി അവരിങ്ങോട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്കത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കയറി വരുന്നത്, ഇത്ര അടുത്ത് കാണുന്നത്. ബസ്സിലും അങ്ങനെ ഇതിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എറണാകുളം കോതമംഗലം തട്ടേക്കാട് റൂട്ടിലാണ് നമ്മുടെ ഈ പുയംകുട്ടിയും ഈ പറയുന്ന ബ്ലാവനയൊക്കെ വരുന്നത്. കുട്ടമ്പുഴ ടൗണിൽ നിന്ന് റൈറ്റും ലെഫ്റ്റും 2 ഡീവിയേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം റൈറ്റ് എന്ന ഡീവിയേഷൻ എടുത്ത് വരുമ്പോഴത്തേക്കാണ് ഈ ഏരിയ ഒക്കെ വരുന്നത്. അത് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആനക്കയം അങ്ങനത്തെ ഏരിയ, അവിടെയും കുറച്ച് അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ഒക്കെ തന്നെയാണ്. ഇങ്ങോട്ടാണ് എന്നാലും അധികം ടൂറിസ്റ്റും ഒക്കെ വരാറുള്ളത്. പുയംകുട്ടി ഏരിയയൊക്കെ നമ്മുടെ ഏറ്റവും പ്രശസ്ത സിനിമ, നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ സാറിൻ്റെ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഏരിയയും ആ ഒരു കാടും അന്തരീക്ഷമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മുടെ ചങ്ങാടം ഏകദേശം പകുതി വഴി വരെ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. നമുക്കിതൊരു പുതുമയായിട്ട് തോന്നും, എന്നാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് സ്ഥിരമാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എല്ലാം ആൾക്കാർ തെരുതെരെ ക്രോസ് ചെയ്ത് പോയിട്ടും അവർക്കിതൊരു നോർമൽ കാഴ്ചയാണെങ്കിൽ നമുക്കിതൊരു കൗതുകമാണ്. ജീപ്പ് ഏകദേശം നമ്മുടെ തീരത്തെത്താറായിട്ടുണ്ട്. ഇത് ഇവർക്ക് അതിൻ്റെ ട്രാക്കും അതിൻ്റെ കറക്റ്റ് പാത്ത് അറിയത്തുള്ളൂ. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന പോലെ, ഇവർക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ആ ജീപ്പിൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നേരെ ജീപ്പിന് ഇറങ്ങി പോകാൻ പറ്റുന്ന ആ ഒരു ഇതിൽ കണക്ക് കൂട്ടി അവരതനുസരിച്ചാണ് ഇവിടെ വന്ന് നിർത്തി പാർക്ക് ചെയ്ത് വണ്ടിക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാം ജീപ്പ് വന്ന് ഇറങ്ങുന്നതും സ്മൂത്തായിട്ട് വന്ന് കരയ്ക്ക് കയറി പോകുന്നതും. അവിടെ ഇത് ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആദിവാസി കോളനിയിലേക്കും അങ്ങനെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ വേണ്ടതാണ്. അങ്ങനെ സിമ്പിളായിട്ട് ഉള്ളിലേക്ക് പോകാവുന്നതല്ല. എന്നാലും ജസ്റ്റ് ഇത് ക്രോസ് ചെയ്ത് ഏറ്റവും തൊട്ടടുത്തുള്ളിടത്ത് മാത്രമൊക്കെ പോയിട്ട് വരാവുന്നതാണ്. ഇപ്പം ഇത് നമ്മുടെ ചെങ്ങാടം ഇവിടെ 2 കുറ്റി എല്ലാം കെട്ടിയിട്ട് പയ്യെ ജീപ്പ് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ആൾക്കാരെ കയറ്റിയിട്ട് തന്നെയാണ് കേട്ടോ അത് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അയ്യോ, അങ്ങനെ വളരെ കൗതുകപരമായ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് കയറി കയറി നിന്നോട്ടെ. നമ്മുടെ ജങ്കാർ, നമ്മുടെ ജീപ്പും ബൈക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന ജങ്കാർ. നല്ല ഒരു സ്റ്റേജ്. ഇതല്ലേ
ഇത് കിടന്ന് ആടുന്നു. നമ്മളിത് തോണിയുടെ മുകളിലല്ല ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് തോണി അടുപ്പിച്ച് വെച്ച് അതിന്റെ കുറുകെ ക്രോസ് ആയിട്ട് നല്ല സ്ട്രോങ് പലകകൾ വെച്ച് കെട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വ്യൂ അത് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പൂയംകുട്ടിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈ സ്പെഷ്യൽ കോസ്റ്റ്യൂം. അങ്ങനെ പൂയംകുട്ടിയുടെ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇവിടെ ആദ്യം വന്നിറങ്ങി. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നമ്മുടെ മെയിൻ ഈ പുലിമുരുകൻ സിനിമയിലെ മെയിൻ അട്രാക്ഷൻ വരുന്ന ആ ഒരു പാലത്തിലൊക്കെ നമുക്ക് പോകണം. അവിടെയൊക്കെ പോയി നമുക്ക് കുറച്ച് ഫോട്ടോസും ആ പാലത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ ബ്ലാവനക്കടത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം നമ്മുടെ ഫേമസ് പൂയംകുട്ടി പാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡീവിയേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിലെ വഴിയാണ് നമ്മളിപ്പോൾ പോയി ഒരു ബസ് പോകുന്നത് കണ്ടു. ആ ബസ് ഇനി നമ്മുടെ പൂയംകുട്ടി പാലമൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നല്ല ഒരു എന്താ പറയുന്നത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഫുള്ള് കിളികളുടെ ഒച്ചയും മൊത്തം പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയയും ഇവിടുത്തെ മരത്തിനൊക്കെ തന്നെ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിൻ്റെ നമ്മൾ ആ കാണിച്ച ഡീവിയേഷനും കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ഇറക്കം കഴിഞ്ഞ് വളഞ്ഞങ്ങ് പോകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പൂയംകുട്ടി ബ്രിഡ്ജ് വരുന്നത്. അപ്പം അത് ഇപ്പം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫേമസ് പുലിമുരുകനും ഷിക്കാരും അങ്ങനെ ആടുപുലിയാട്ടം. ഇപ്പം ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു വേറെ ഇഷ്ടം പോലെ സിനിമകളുടെ പേര് പറഞ്ഞു. ഇതേപോലെ പല സിനിമകളും ഷൂട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ ഇത്. അങ്ങനെ എനിക്കിപ്പോൾ നേരെ കാണാം നമ്മുടെ പാലം. ഇപ്പം ആക്ച്വലി അത്ര ഭയങ്കര വെള്ളം ഒഴുക്കോ മഴയോ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അത് കുറച്ച് വെള്ളം ഒഴുക്കായിട്ട് മാത്രമേ നമുക്കിപ്പോൾ കാണത്തുള്ളൂ. അതിൽ പാറകളൊക്കെ നമുക്കിങ്ങനെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ തുടങ്ങി നല്ല മഴ വരുന്ന സമയത്ത് ഈ പുഴയുടെ വെള്ളം അങ്ങോട്ട് പൊങ്ങി നല്ല ഹൈറ്റിൽ വന്നിട്ട് ഈ പാലം ഫുള്ള് കവർ ചെയ്യുന്ന പോലെ വെള്ളമായിരിക്കും. ആ സമയത്ത് പാലം എവിടെയാണ് വെള്ളം എവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ വെള്ളമായിരിക്കും. ഈ ഇവിടെയുള്ള ലോക്കൽ ബസ്സുകാർക്കൊക്കെ അവർക്ക് ഇതിൻ്റെ വഴി പാലം കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ വഴി തന്നെ അവരങ്ങ് പോകും. ആ ബസ്സുകാർക്ക് നല്ല മനപ്പാടമായിരിക്കുമല്ലോ ഈ റൂട്ട്. അപ്പം ഇത് എന്ത് അതിശയകരമായ കാര്യമാണെന്ന് ഓർത്തോണം. ഇവിടെ രണ്ട് സൈഡിലും എന്താ പറയുക ഒരു ബാൽക്കണി പോലെ അങ്ങനെ ഇതൊന്നും പോലെ കെട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു കുറ്റി മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ രണ്ട് സൈഡിലും വെച്ചിട്ടുള്ളൂ. അപ്പം വെള്ളം നല്ല പോലെ പൊങ്ങിയിരിക്കുന്ന സമയത്ത് അത്ര മനപ്പാടായിട്ട് ഈ നടുക്ക് കൂടെ വെള്ളം ചീറ്റിച്ച ബസ് പോകുന്ന കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഭയങ്കര കാമായി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം തന്നെ അധികം കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയുള്ള ആൾക്കാർ കൂടുതൽ കുളിക്കാനും അലക്കാനും അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം വെള്ളം നല്ല ഒഴുക്ക് നല്ല പോലെ ശക്തമായി മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും അടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുതുമ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എൻ്റെ പൊന്നെ നല്ല രസം. ഈ കിളികളുടെ ഒക്കെ ഒച്ചയും അവരത്രയും ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ കൂടി ആയിട്ട് നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് മീനെ പിടിക്കാൻ അങ്ങനെയൊക്കെ. അടുത്ത ബസ് വരുന്നുണ്ട്. ഈ അടുത്ത ബസ് വരുന്ന സമയത്തെ ബൈ ബൈ. അയ്യടാ ഇതേപോലെ ഒരു ബസ്സേ ആ നല്ല വെള്ളം നിറഞ്ഞിരിക്കുന്ന ആ പാലത്തിൽ കൂടെ ഓടുമ്പോഴത്തേക്കുള്ള അവസ്ഥ. അപ്പൊ അങ്ങനെ ഒക്കെ ആന ഇറങ്ങുന്ന ഏരിയ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കാടിന്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറിയിട്ടാണ് ശരിക്കും പുലിമുരുകൻ്റെ പല ഷോട്ടുകളും അതിൻ്റെ കാര്യമായ ഷൂട്ടിങ്ങൊക്കെ നടന്നത് 8 കിലോമീറ്റർ മാറിയിട്ടുള്ള ലൊക്കേഷനിലാണ്. അപ്പം അത് ശരിക്കും ഒരു കാടിൻ്റെ ഏരിയ തന്നെ ആയതുകൊണ്ട് അവിടേക്ക് അങ്ങനെ ആൾക്കാരെ കടത്തി വിടുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പം ഇനിയിപ്പോൾ അഥവാ നമുക്കത് അങ്ങോട്ട് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷനോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു രസകരമായ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ. ഒത്തിരി ടൂറിസ്റ്റും ആൾക്കാരും ഒക്കെ വരാറുണ്ട്, വന്ന് കാണാറുണ്ട്. പൂയംകുട്ടി
നമ്മളിപ്പം നെറ്റിൽ എറണാകുളം ടൂറിസ്റ്റ് പ്ലേസസ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് വരുന്ന സ്പോട്ടുകളിൽ മുൻപന്തിയിൽ ഉണ്ടാകുന്നതായിരിക്കും ഈ പറയുന്ന പൂയംകുട്ടി. എന്നാൽ പിന്നെ അതിനെ പറ്റിയ എന്താ പറയുക കടകളോ അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങോട്ടുള്ള വഴിയും ആ ഒരു കാടിക്കോടെയുള്ള ഒരു യാത്രയൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ശരിക്കും ഒരു കാട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാനായിട്ട് ഒരു കൗതുകം. നമ്മുടെ പൂയംകുട്ടി പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇങ്ങോട്ട് ചെറിയ ആ പാലത്തിൻ്റെ സൈഡ് വഴി ചെറിയ ഒരു കല്ലൊക്കെ ഉണ്ട്. അതുവഴി ചാടിച്ചാൽ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാം. അപ്പം ഇങ്ങോട്ടാണെങ്കിലും ഇവിടെ കുറേ പാറക്കൂട്ടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഓരോ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു തണുത്ത കാറ്റും കിളികളുടെ ഒച്ചയും ഭയങ്കര ഒരു കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കാലൊക്കെ ഇട്ട് വെള്ളത്തിലാട്ടി ഇരിക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും. നല്ല തണുപ്പാന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം ഇപ്പൊ അധികം വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ സേഫ് ആയിരിക്കും. പക്ഷെ കുറച്ച് അധികം വെള്ളമോ കാര്യങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് ആരും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഏത് പിള്ളേര് ടൂർ വന്നാന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അപ്പം അവിടേക്കൊക്കെ ആണെങ്കിലും സ്കൂളിൽ നിന്നുള്ള എഡ്യൂക്കേറ്റീവ് യാത്രകളൊക്കെ സ്കൂളിൽ നിന്ന് നടത്താറുണ്ട്, ടൂറൊക്കെ ആയിട്ട് പിള്ളേർ. അപ്പം അങ്ങനെ വരുന്ന കുട്ടികളെയൊക്കെ ഈ ഒരു ഏരിയയൊക്കെ കാണിച്ച് കൊണ്ടുവന്ന് ഞാൻ തോന്നി. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കൂട്ടം പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ ഈ വെള്ളത്തിന്. ഹൈവ നല്ല രസമുണ്ട്. അങ്ങനെ പൂയംകുട്ടി പാലവും നല്ല ഭംഗിയുള്ള പൂയംകുട്ടി പുഴയൊക്കെ കണ്ട് ഞാനിങ്ങനെ കല്ലിൻ്റെ മുകളിൽ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ട്. നല്ല ഒരു തണുപ്പൊക്കെ ആയിട്ട് നടന്നു വന്നതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ലൊരു സുഖം. അപ്പോൾ ഒത്തിരി ഇരുട്ടി കഴിയുമ്പോഴത്തേക്ക് ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ കല്ലിൻ്റെ മുകളിൽ തന്നെ കണ്ടാൽ അറിയാം അവിടെ എല്ലാം ആനപ്പിണ്ടൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന റൂട്ടിലൊക്കെ ആണേലും റോഡ് സൈഡിലൊക്കെ ഇവർ ഈ മറ്റേ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട്. ആനകളും മൃഗങ്ങളും ഒക്കെ ക്രോസ് ചെയ്ത് എത്തുന്നുണ്ട്. ഇലക്ട്രിക് ഫെൻസ് നമ്മുടെ വഴിയിൽ ഇവിടെ എല്ലാം നെടുനീളെ നമുക്ക് കാണാം. തന്നെയല്ല ഇവിടെയുള്ള വീടുകളിലാണെങ്കിലും അവർ പ്രൊട്ടക്റ്റീവായിട്ട് സേഫായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ വീടിൻ്റെ ഏരിയയിലും അവർ ബൗണ്ടറിയിൽ അവരിങ്ങനെ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം വീട്ടിൽ വന്ന് ആനകൾ വന്ന് കയറി കൃഷി നശിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല കഥകളും ഇവിടുന്ന് കേൾക്കാട്ടാണ്. ഇതിന്റെ ഭംഗി കൂട്ടുന്നത് ആക്ച്വലി അതിനൊരു എന്താ പറയുന്നത് ബാൽക്കണി പോലെ തട്ട് പോലെ സൈഡിൽ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് പ്ലെയിൻ ആയിട്ട് ഒരു ലൈൻ പോലെ അങ്ങനെ ഇരിക്കുന്നത്. രണ്ട് സൈഡിൽ നിന്ന് ഒരു ഇത് സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അതിന് കൂടുതൽ ഭംഗി. അപ്പം നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വെറുതെ നമ്മൾ നെടുനീളെ കിടക്കുന്ന ഒരു പുഴയിൽ കുറുകെ ഒരു വര വരച്ച പോലെ ഇങ്ങനെ തെളിഞ്ഞ് കാണാവുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ പുറത്തുനിന്ന് ഒരാൾ നമ്മൾക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും ബസ് ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കും ശരിക്കും അതിശയം തോന്നും. കാരണം അധികം വീതിയൊന്നും ഇല്ലാത്ത ഒരു പാലാണ് അത്. ഒരു ബസ്സിനെ കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു പാലാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ. പൂയംകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഇന്ന സ്പെസിഫിക് ലൊക്കേഷൻ ഇത് സ്പെസിഫിക് ലൊക്കേഷൻ എന്ന് നമുക്ക് പറയേണ്ടതായിട്ടില്ല. അത് നമ്മുടെ ആ പൂയംകുട്ടി ആ ഒരു റോഡ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. ഇവിടെ ആ കാടിൻ്റെ ഉള്ളിക്കൂടെയുള്ള യാത്ര ആണ് അതിൻ്റെ മെയിൻ. അപ്പം ഒത്തിരി രാത്രിയായി കഴിയുമ്പോഴത്തേക്കും അതിലെ വഴിയൊക്കെ പോകുന്നത് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ആനയും അതേപോലെ കാട്ടുമൃഗങ്ങളൊക്കെ നമ്മുടെ ഇത് റോഡിലേക്ക് ഇറങ്ങി വരും. വണ്ടിക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഇവരിങ്ങനെ വന്ന് നിൽക്കും. അപ്പം രാത്രിയിലുള്ള യാത്രയൊക്കെ ഇവിടെ ഭയങ്കര റിസ്ക് ആണ്. അപ്പം ഇവിടെയുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇപ്പം അത്യാവശ്യമായിട്ട് രാത്രി സമയത്തൊക്കെ ഒന്ന് ഹോസ്പിറ്റൽ ആവശ്യം വരുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ചധികം റിസ്ക് ആണ്. രാത്രിയിൽ ഈ കാടൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം ഇവർ ഹോസ്പിറ്റലിൽ എത്താൻ. എന്തുകൊണ്ടും ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഏരിയ ആണ് പൂയംകുട്ടി. അപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ എന്താ പറയുക ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള
മെട്രോയും എയർപോർട്ടും ഒക്കെ മാത്രമല്ല, ഇതേപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിഡൻ പ്ലേസസ് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അടിപൊളി, നല്ല ഒരു ഫീലാണ് കേട്ടോ. ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ കാറിൽ വരുന്നേക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ചുകൂടെ രസമായിരിക്കും നമ്മള് 2 വീലറിനൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പം ഈ പറയുന്ന 2 വീലറുകാരുടെ ഒക്കെ ഒരു സ്വർഗ ലൊക്കേഷനാന്ന് വേണം പറയണ്ട. അവര് 2 വീലറിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന വഴി മനോഹരമായ വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. പാലത്തിന്റെയും പുഴൻകുട്ടി പുഴയുടെയും ഒക്കെ ഭംഗി ഇരുന്ന് ആസ്വദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പയ്യെ കയറി വരുന്നത്. കാരണം നമുക്ക് ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആനയൊക്കെ ഇറങ്ങാനേ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടുന്ന് എത്രയും വേഗം തന്നെ ഇറങ്ങുകയാണ്. നമ്മൾ കയറി വന്നപ്പോ തന്നെ കണ്ടുതേണ്ട ആനകളുണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പുഴൻകുട്ടി പാലവും ഇപ്പൊ കുറെ ടൂറിസ്റ്റുകൾ എറണാകുളത്തു നിന്നും അങ്ങനെ പല പല സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാനും ഈ വെള്ളത്തിൽ ഇറങ്ങാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് പലരും എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാർ ഇതൊക്കെ കണ്ട് കേട്ടും ഒക്കെ ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയത്. പണ്ട് ഇത്ര അധികം ഉണ്ടായിരുന്നോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട്. നമുക്ക് നമ്മുടെ തിരക്കായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെയുള്ള ഒരു നല്ല ശാന്തസുന്ദരമായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു ഫുൾ ഡേ ഒന്ന് അടിച്ച് പൊളിച്ച് റിലാക്സ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും സൂപ്പറാ. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ കുറച്ച് ഭംഗിയുള്ള മരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇതാണ് അത്. ഇതിന്റെ വേരൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് മണ്ണിന്റെ ഇടയ്ക്കുന്ന തെളിഞ്ഞ് ഇങ്ങനെ ഓരോരോ സെപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ വേര് എത്ര വേദയ്ക്ക് ഓരോ സെക്ഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അടിപൊളിയായിരിക്കും അല്ലേ. അയ്യോ സൂപ്പർ. ഇത് ഒരു മരത്തിന്റെ ഒരു ബേസ് ആണോ? ഇത് നോക്കി ഒരു പ്രത്യേക മരം. ഇവിടേക്ക് ഇത്ര വിശാലമായിട്ട് ഇങ്ങനെ ഒരു വിടർന്ന് കിടക്കുന്നു. നടുക്കേക്ക് ഒരു ബ്രാഞ്ചും ഇല്ല, പക്ഷെ അങ്ങ് ടോപ്പിലെത്തി കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ബ്രാഞ്ചസ്. എന്നാൽ പിന്നെ അത്ര ഭയങ്കര ഇലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്താ പറയുന്നേ, ചുള്ളിക്കമ്പുകളൊക്കെ ഉണങ്ങിയ ചുള്ളിക്കമ്പ് പോലെയാണ് അതിന്റെ മരം ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ വിലയെല്ലാം കൊഴിഞ്ഞു പോയതായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് ഈ മരത്തിന്റെ കാണാനൊരു പ്രത്യേക രസമുണ്ട്. അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് ഇത്. അപ്പൊ ഇതേപോലെ തന്നെ മരം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഈ പുഴൻകുട്ടി പാലമൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറി ഇവിടെയൊക്കെ വന്ന് കുറെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്, ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ പറ്റിയ നല്ല ഒരു ശാന്തമായ ഒരു ഏരിയ ആണ്. ഇതിന്റെ വേര് തന്നെ നമുക്കൊരു സ്റ്റെപ്പായിട്ട് അറേഞ്ച് ചെയ്ത് തന്നേക്കോ, നമുക്ക് ഇങ്ങോട്ട് കയറാനും ഇറങ്ങാനും ആയിട്ട്. ഇങ്ങനെയായ ഏരിയയിൽ ഞാനിങ്ങനെ പൊളിച്ച് നടക്കായിരുന്നു. ഇതാണ് നമ്മുടെ പുഴൻകുട്ടി പാലത്തിന്റെ നമ്മൾ ഏകദേശം ഒരു ചെറിയ പൊക്കത്തിൽ നിന്ന് നമ്മളൊരു അടിപൊളി വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ നല്ല ഭംഗിയുള്ള പുഴൻകുട്ടി പാലവും പുഴൻകുട്ടി പുഴയും കാടും അങ്ങനെ ഒരു ഭംഗി നിറഞ്ഞ് ഒരു അന്തരീക്ഷത്തോടൊക്കെ വിട പറഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് സമയമായിരിക്കുകയാണ്. അപ്പൊ ഇനിയും നല്ല നല്ല സ്പോട്ടുകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതോടെ വരെ ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.